ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. എല്ലാവർക്കും സൈലം ഗുരുവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് KTET കാറ്റഗറി 2 പരീക്ഷയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മുന്നേയും ഇതേപോലത്തെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എക്സാമിന് നിങ്ങൾക്ക് 100% ഉപകരിക്കുന്ന വീഡിയോസാണ് എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഷേവിംഗ് മിററായി ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യമായത് ഡാഷ് ആണ്. കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം, കോൺകേവ് ദർപ്പണം, കോൺകേവ് ലെൻസ്. ഓക്കെ, അപ്പോൾ ഷേവിംഗ് മിററായിട്ടും മേക്കപ്പ് മിററായിട്ടും ഒക്കെ നമ്മൾ ഈ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ കണ്ണാടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം കുറച്ചും കൂടി വലുതായിട്ട് കാണണം അല്ലേ? ഷേവിംഗ് മിററായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കൂടെ വലുതായിട്ട് കാണണം. അപ്പം അങ്ങനെ മുഖത്തെ വലുതാക്കി കാണിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ദർപ്പണം ഇതിലേതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി ആണ്. കോൺകേവ് ദർപ്പണമാണ് അല്ലെങ്കിൽ കോൺകേവ് മിററാണ്. നമ്മൾ സാധാരണയായിട്ട് മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി എന്താണ്? അത് പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണമാണ്. പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം. അതിൽ നമ്മുടെ വസ്തുവിൻ്റെ, നമ്മളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നതെങ്കിൽ നമ്മളുടെ അതേ വലിപ്പമുള്ള ഇമേജ് ആയിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് അതിനകത്ത് കിട്ടുക അല്ലേ? ഓക്കെ, ഇനി നമ്മൾ കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോൺവെക്സ് ദർപ്പണത്തെക്കുറിച്ച് സ്ഥിരമായിട്ട് നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് കണ്ണാടിയാണ്? എന്താണ് റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ? പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഒരു കണ്ണാടി ഇല്ലേ? ആ കണ്ണാടിക്ക് പറയുന്ന പേരാണ് റിയർ വ്യൂ മിറർ അല്ലെങ്കിൽ റിയർ വ്യൂ ദർപ്പണങ്ങൾ. അപ്പോൾ വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ദർപ്പണത്തിനെയാണ്. പുറകിൽ നിന്ന് വരുന്ന വണ്ടിയുടെ വലിയ ഇമേജ് ആണോ അതോ അതേ വലിപ്പമുള്ള, ഇപ്പോൾ ഒരു ലോറി പുറകിൽ നിന്ന് വന്നാൽ ആ ലോറിന്റെ അതേ വലിപ്പമുള്ള ഒരു പ്രതിബിംബമായിരിക്കും നമുക്ക് ആ കണ്ണാടി കാണാൻ പറ്റുന്നത്? അല്ലല്ലോ, നമുക്ക് അതിനേക്കാളും ചെറിയ പ്രതിബിംബമാണ് കാണാൻ പറ്റുന്നത്. ശരിയല്ലേ? ചെറിയ മിററാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചെറിയ പ്രതിബിംബം, ഇമേജ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് വസ്തുവിനേക്കാൾ ചെറിയ ഇമേജ് ആയിരിക്കും, വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും കാണാൻ പറ്റുന്നത്. ഇനി കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ കോൺകേവ് മിറർ എടുക്കുന്ന സമയത്ത് കോൺകേവ് മിററിൽ വസ്തു പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴും നമുക്ക് പല പല ഇമേജസ്, പല പല സ്വഭാവമുള്ള പ്രതിബിംബങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. അതൊക്കെ നമ്മളെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു 6 കേസുകൾ പഠിക്കാനുണ്ട്. കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ വസ്തു ഓരോ സ്ഥലത്ത് ഇരിക്കുമ്പോഴും നമുക്ക് ഓരോ ടൈപ്പ് പ്രതിബിംബമാണ് കിട്ടുന്നത്. അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കേസ്, കോൺകേവ് ദർപ്പണത്തിന്റെ ഫ്രണ്ടിൽ വസ്തു ഒരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, എഫിനും പിക്കും ഇടയിൽ എന്ന് പറയും. ഇപ്പോൾ ഓരോ ദർപ്പണത്തിനും കുറെ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ പിക്കും എഫിനും ഇടയിൽ ഇതൊക്കെ ഒരു ദർപ്പണത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ, പിയും എഫും ഒക്കെ. ആ പിക്കും എഫിനും ഇടയിൽ ഒരു വസ്തു ഇരുന്ന് കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ വലിയ പ്രതിബിംബമായിരിക്കും നമുക്ക് ആ കണ്ണാടിയിൽ കിട്ടുന്നത്. അത് പ്രയോജനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഷേവിംഗ് മിററും മേക്കപ്പ് മിററും ഒക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഷേവിംഗ് മിററും മേക്കപ്പ് മിററും ഒക്കെ നിർമ്മിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനെയാണ്? കോൺകേവ് ദർപ്പണത്തിനെയാണ്. ഡോക്ടർമാരുടെ ഹെഡ് മിറർ, ഇപ്പോൾ ഡെന്റിസ്റ്റ് ഒക്കെ നമ്മുടെ പല്ലൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിറർ ഇല്ലേ, ആ ഒരു ഹെഡ് മിററായിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ കോൺകേവ് മിററിനെയാണ്, കോൺകേവ് ദർപ്പണത്തിനെയാണ്. അപ്പോൾ മറ്റേത് ഓർത്തു വെക്കാം, വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ആണെന്നുള്ള പോയിന്റും കൂടി അവിടെ എന്ത് ചെയ്യുക, എല്ലാവരും ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെർണോളി തത്വം അനുസരിച്ച് എന്താണ് ബെർണോളി തത്വം എന്നാണ് ചോദ്യം. വാതകമർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. തുല്യ വ്യാപ്തം വാതകങ്ങളിലുള്ള തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. താപനില വർദ്ധിക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം കൂടുന്നു. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതിൽ എന്താണ് ബെർണോളി തത്വം എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിവിടെ 2 ബലൂൺ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. 2 ബലൂൺ നമ്മളിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഈ 2 ബലൂണിന്റെ നടുവിലേക്ക്, ഈ ഒരു ഗ്യാപ്പ്, ഈ നടുവിലേക്ക്, ഈ ഭാഗത്തേക്ക് നമ്മൾ ശക്തമായിട്ട് ഊതുന്ന സമയത്ത് ഈ ബലൂൺ എന്ത് ചെയ്യും? നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ ഈ ബലൂൺ 2 വശത്തേക്ക് അകന്നു പോകും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലേ? 2 വശത്തേക്ക് ഇങ്ങനെ അകന്നു പോകുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിന്റെ നടുവിലേക്ക് ഊതുന്ന സമയത്ത് ഈ ബലൂണുകൾ അടുത്തേക്കാണ് വരിക. ഈ ബലൂണുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ അടുത്തേക്ക് വരും. ഓക്കെ, ഇതിന് കാരണമായിട്ടുള്ള തത്വം ബെർണോളി തത്വമാണ് അല്ലെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബലൂണിന്റെ നടുവിലേക്ക് ശക്തമായിട്ട് ഊതുന്ന സമയത്ത് ഇവിടെയുള്ള വായു വളരെ ഫാസ്റ്റ് ആയിട്ട് ചലിക്കുകയല്ലേ? ഈ ഒരു ഭാഗം ഞാൻ വേറൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഇവിടെ
2 ബലൂൺ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ നടുവിലേക്ക് നമ്മളിങ്ങനെ ശക്തമായിട്ട് ഊന്നുന്ന സമയത്ത് ഇവിടുത്തെ വായു വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ് അല്ലേ, വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് ആ വായു അവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വായു മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ വായു കംപ്ലീറ്റ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ 2 ബലൂണിനും ഇടയിൽ മർദ്ദം കുറയും. എന്ത് കുറയുന്നു? മർദ്ദം. ഇവിടെ എഴുതിയ കാണില്ല അല്ലെ. ഈ 2 ബലൂണിനും ഇടയിൽ എന്ത് കുറയുന്നു? മർദ്ദം കുറയുന്നു. മർദ്ദം എന്ത് ചെയ്യുന്നു? മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കുറയുന്നു. നമ്മുടെ ഇതിന്റെ ചുറ്റിനുമാണെങ്കിൽ, ഈ ചുറ്റിനുമുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മർദ്ദം വളരെ കൂടുതലാണ്. ഈ ബലൂണിന്റെ ചുറ്റിനുള്ള ഭാഗത്താണെങ്കിൽ ഒരുപാട് വായു ഉണ്ടല്ലോ. ഇവിടെയൊക്കെ എന്ത് കൂടുതലാണ്? മർദ്ദം കൂടുതലാണ്. മർദ്ദം കൂടുതലാണ്. ഈ മർദ്ദം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായു ചലിക്കാൻ വേണ്ടി ശ്രമിക്കും. എപ്പോഴും അങ്ങനെയാണ്. മർദ്ദം പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ് എപ്പോഴും ചലനം അല്ലെങ്കിൽ ആ ഒരു മോഷൻ നടക്കുന്നത്. അപ്പൊ ഈ മർദ്ദം കൂടിയ ഈ പുറത്തുനിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഈ വായു എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇങ്ങനെ ചലിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഈ ചുറ്റിനുള്ള വായു എന്ത് ചെയ്യും? ഈ ബലൂണിനെ ഇങ്ങനെ തള്ളി ഇങ്ങനെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബലൂൺ ഇങ്ങനെ തള്ളി അടുപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബലൂൺ ഇങ്ങനെ തള്ളി അടുത്തത്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. കണ്ടോ, പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ വായു ചലിച്ചപ്പോൾ ആ ഭാഗത്തുള്ള മർദ്ദം കുറഞ്ഞു, ആ ബലൂണിന്റെ നടുവിലുള്ള മർദ്ദം കുറഞ്ഞു. ആ മർദ്ദം കുറഞ്ഞത് കൊണ്ടാണ് ചുറ്റിനുള്ള മർദ്ദം കൂടിയ പ്രദേശത്ത് നിന്നുള്ള വായു എന്ത് ചെയ്തത്? ഈ മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വരാൻ ശ്രമിച്ചതും ആ ബലൂണുകൾ തമ്മിൽ കൂടിച്ചേരാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇനി നമ്മളിത് മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഓക്കെ, ഒരു മെഴുകുതിരി നമ്മളിങ്ങനെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഫണൽ ഉപയോഗിച്ച്, ഓക്കെ, ഒരു ഫണൽ ഉപയോഗിച്ച് നമ്മൾ ഇതിലേക്ക് ഊതാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് വിചാരിക്കും. ഒരു ഫണൽ ഉപയോഗിച്ച് മെഴുകുതിരിയിലേക്ക് നമ്മളിങ്ങനെ ഊതാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് കെട്ടുപോകുന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, പക്ഷെ അത് അണഞ്ഞു പോകുന്നില്ല. ആ മെഴുകുതിരി ജ്വാല എന്ത് ചെയ്യും? ഈ ഫണലിന്റെ അടുത്തേക്ക് വരും. നമ്മളിങ്ങനെ കുറച്ച് അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഊതാൻ ശ്രമിക്കുമ്പോൾ ആ മെഴുകുതിരി ജ്വാല ആ ഫണലിന്റെ അടുത്തേക്ക് വരും. ഇവിടെയും ഇത് തന്നെയാണ് കാരണം. നമ്മൾ വേഗത്തിൽ ഊതിയ സമയത്ത് ഈ ഭാഗത്തുള്ള മർദ്ദം എന്ത് ചെയ്തു? ഇവിടുത്തെ ഈ ഭാഗത്തുള്ള മർദ്ദം കുറഞ്ഞു. മർദ്ദം കുറയുന്ന സമയത്ത് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന്, പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് ഈ കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? വായു ചലിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ് ആ തീജ്വാല ഫണലിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇതാണ് ബെർണോളിസ് തത്വം അല്ലെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ. വായു വേഗത്തിൽ ചലിക്കുന്ന സമയത്ത് എന്ത് കുറയുന്നു? മർദ്ദം കുറയുന്നു. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന എയർ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ കുറയുന്നു എന്നുള്ളതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബെർണോളി തത്വം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യം. വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം ഡാഷ് ആണ്. വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂട് കിട്ടില്ലേ? അതിന്റെ കാരണം എന്താണ്? സുജാലകത്തിന്റെ സാന്നിധ്യം, ചാലനം, വികിരണം, സംവഹനം. എന്താന്ന് ചോദിച്ചാൽ വികിരണമാണ് ആൻസർ, റേഡിയേഷൻ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ. താപം അല്ലെങ്കിൽ ഹീറ്റ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് നമ്മൾ താപപ്രസരണം എന്ന് പറയും. താപപ്രസരണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. താപപ്രസരണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. താപം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് താപപ്രസരണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ. പ്രധാനമായും 3 മാർഗങ്ങളിലൂടെയാണ് താപപ്രസരണം നടക്കുന്നത്. ഒന്ന് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. 2 സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. 3 വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. പ്രധാനമായിട്ടും ഈ 3 മാർഗങ്ങളിലൂടെയാണ് താപം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പഠിക്കാം. എന്താണ് കാര്യം എന്നുള്ളത് വെറുതെ ഒന്ന് പഠിക്കാം. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. ഇതിലേക്ക് നമ്മളൊരു സ്റ്റീലിന്റെ ഒരു തവിയോ ഒരു സ്പൂണോ എന്തോ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു? കുറച്ചൊന്ന് അത് അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ കുറച്ചൊരു അപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ തിരിച്ചു വന്ന് പെട്ടെന്ന് നമ്മൾ ആ ഒരു തവിയിൽ, ആ ഒരു കയ്യിലേക്ക്, ആ ഒരു സ്പൂണിലേക്ക് നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചൂട് അനുഭവപ്പെടില്ലേ? ഈ ഭാഗത്ത് ചൂട് അനുഭവപ്പെടില്ലേ? അനുഭവപ്പെടും. യഥാർത്ഥത്തിൽ ഈ സ്പൂണ് ഈ തീയുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നോ? ഇല്ല, സ്പൂണ് തീയുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ സ്പൂണിൽ ചൂട് വന്നത്? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ വഴി. അതായത് ഈ ഒരു പാത്രവുമായിട്ട് ടച്ച് ചെയ്തിരിക്കുകയാണ് ഈ സ്പൂൺ അല്ലെ, ഈ പാത്രവുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുകയാണ് ഈ സ്പൂൺ. അപ്പൊ ഈ പാത്രത്തിൽ നിന്നുള്ള ചൂടാണ് എങ്ങോട്ട് കിട്ടിയത്? ആ സ്പൂണിലേക്ക് വന്നത്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഖരപദാർത്ഥങ്ങളിൽ, നമ്മുടെ കട്ടിയുള്ള സോളിഡ്സിൽ
ഖരപദാർത്ഥങ്ങളിൽ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് എന്ത്? ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഇരുമ്പിന്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ട് ഈ ഭാഗത്ത് ഞാൻ തീ കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ ഭാഗത്ത് തീ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഭാഗത്ത് തീ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഇങ്ങേ വശത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടുമല്ലോ. തീ കിട്ടാത്ത ഭാഗത്ത് നമ്മൾ തീ കൊടുത്തത് ഒരു വശത്താണ്, പക്ഷെ മറുവശത്ത് നമുക്ക് ചൂട് കിട്ടും അല്ലേ. ഇതിന്റെ കാരണവും ചാലനമാണ്. എന്താന്ന് പറഞ്ഞാൽ ചൂട് കൊടുക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന തന്മാത്രകൾക്ക് ഊർജ്ജം കിട്ടും അല്ലേ. ഇവിടെ ഈ ഒരു ഭാഗത്തിരിക്കുന്ന തന്മാത്രകൾക്ക് എനർജി കിട്ടും. ഇവന്മാർ ഇതിനെ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത തന്മാത്രകൾക്ക് കൊടുക്കുന്നു. തൊട്ടടുത്ത തന്മാത്രകൾക്ക് അതിനെ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. തന്മാത്ര ഫുള്ളായിട്ട് അവിടെ നിന്ന് ചലിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടില്ല. ആ ഒരു എനർജി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? തൊട്ടടുത്ത ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യുന്നത്. അടുത്ത ആള് അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഇവന്മാര് കൈമാറ്റം ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും എനർജി, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അടുത്ത ആൾക്കാർക്ക് ഇവന്മാർ എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഭാഗം മുഴുവനും കൈമാറ്റം. ഓക്കെ, തന്മാത്രകൾ യഥാർത്ഥത്തിൽ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടോ? തന്മാത്രകൾ യഥാർത്ഥത്തിൽ ഇരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. തന്മാത്രകളുടെ സഞ്ചാരം മൂലം അല്ലാതെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. ആ ഒരു താപം മാത്രമാണ് പോകുന്നത്, എനർജി മാത്രമാണ് പോകുന്നത്. തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് യഥാർത്ഥത്തിൽ ഇവിടെ ചലിക്കുന്നില്ല. ഇങ്ങനെയുള്ള താപപ്രസരണത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. ഖരപദാർത്ഥങ്ങളിലാണ് ചാലനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. ഓക്കെ, ശരി. അടുത്തത് സംവഹനമാണ്, കൺവെക്ഷൻ ആണ്. സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ഓക്കെ, സംവഹനം, കൺവെക്ഷൻ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. അതെന്താന്ന് ചോദിച്ചാൽ, ഒരു പാത്രത്തിൽ ഞാൻ ജലം തിളപ്പിക്കാൻ വെച്ചു എന്ന് വിചാരിക്കുക. ജലം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഇവിടെ ഇരിക്കുന്ന തന്മാത്രകൾ, ഈ പാത്രത്തിന്റെ താഴെ ഭാഗത്തിരിക്കുന്ന തന്മാത്രകൾക്ക് വേഗം ചൂട് കിട്ടുമല്ലോ. വേഗം ചൂട് കിട്ടും. ഈ ചൂട് കിട്ടിയ തന്മാത്രകൾ, ചൂടായ തന്മാത്രകൾ മുകളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ചൂടായ തന്മാത്രകൾ മുകളിലേക്ക് സഞ്ചരിക്കും. ഈ ചൂടായ തന്മാത്രകൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് ഒരു സ്പേസ് വരും അല്ലെ. ആ സ്പേസിലേക്ക് ആര് വരും? ആ സ്പേസിലേക്ക് മുകളിലിരിക്കുന്ന തണുത്ത തന്മാത്രകൾ ആ താഴേക്ക് വരാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ചൂട് കിട്ടുന്ന സമയത്ത് ചൂടായ തന്മാത്രകൾ മുകളിലേക്ക് പോവുകയും മുകളിലിരിക്കുന്ന തണുത്ത തന്മാത്രകൾ താഴേക്ക് വരികയും ചെയ്യുന്നു. ഇങ്ങനെ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നതും ജലം തിളയ്ക്കുന്നതും അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന, ഇവിടെ യഥാർത്ഥത്തിൽ മോളിക്യൂൾസ് എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അല്ലെ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ഓക്കെ, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ആണ് ഇതുള്ളത്. പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേനയാണ് ഇത് ഉണ്ടാകുന്നത്. ഓക്കെ, സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വികിരണമാണ്, റേഡിയേഷൻ ആണ്. എന്താണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ? വികിരണം എന്ന് പറയുമ്പോൾ വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്താണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. സൂര്യന്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണത്തിലൂടെയാണ്. സൂര്യതാപം, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സൂര്യതാപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണത്തിലൂടെയാണ്. കത്തുന്ന ബൾബിന് ചുറ്റും നിൽക്കുമ്പോൾ, കത്തുന്ന ബൾബിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂട് കിട്ടുന്നത്, അടുപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂട് കിട്ടുന്നത്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് എന്താ? സംവഹനവും വികിരണവും രണ്ടും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ SCRT ടെക്സ്റ്റ് പ്രകാരം അവിടെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് വികിരണമാണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംവഹനവും വികിരണവും ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ കാരണമാകുന്നുണ്ട്. അവിടെ വികിരണവും നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വികിരണമാണ് അവിടെ എടുക്കാനായിട്ട് പറ്റുന്നത് ആൻസർ ആയിട്ട്. അപ്പോൾ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. സൂര്യതാപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണത്തിലൂടെയാണ്. കത്തുന്ന ബൾബിന്റെ അടുത്ത് നിൽക്കുമ്പോഴും അടുപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോഴും ഒക്കെ നമുക്ക് ചൂട് കിട്ടുന്നത് വികിരണത്തിലൂടെയാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്നത് വികിരണം എന്ന് പറയുന്ന പ്രക്രിയയാണ്.
അപ്പൊ നമ്മുടെ ആൻസർ എന്താ? വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം. ദ്രാവകങ്ങളുടെ ഏത് ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുത്തുന്നത്? തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? പ്രധാനമായിട്ട് നമ്മൾ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറിയാണ് അല്ലെ? മെർക്കുറി. തെർമോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? താപനില അളക്കാൻ വേണ്ടി. താപനില അളക്കാൻ. നമുക്ക് ശരീര താപനില അളക്കാം, അല്ലെങ്കിൽ ലബോറട്ടറി ഉപകരണങ്ങളിൽ അവിടെ നമ്മൾ ചൂട് അളക്കാനൊക്കെ തെർമോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. മെർക്കുറിയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ മെർക്കുറിയുടെ അല്ലെങ്കിൽ ഈ ദ്രാവകത്തിന്റെ എന്ത് സവിശേഷത കൊണ്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചൂടുള്ള ഒരു വസ്തുവിലേക്ക് നമ്മൾ ഈ ഒരു തെർമോമീറ്റർ വെച്ചു. ഇപ്പം നമുക്ക് പനി ആലോചിക്കാം, ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ കാര്യം ആലോചിക്കാം. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്ററിനകത്ത് എന്താണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്? മെർക്കുറിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലേ? ഈ മെർക്കുറി ഇവിടം വരെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. നോർമൽ ലെവലായിട്ട് ഇവിടം വരെ മെർക്കുറി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ തെർമോമീറ്ററിനകത്ത് നല്ല പനിയുള്ള ഒരാളിന്റെ ശരീരത്തിലേക്ക് നമ്മൾ ഈ തെർമോമീറ്റർ വെക്കുന്ന സമയത്ത് ഈ തെർമോമീറ്റർ എന്ത് ചെയ്യും? ഇത് മുകളിലേക്ക് ഉയരാൻ തുടങ്ങും അല്ലെ? ഇതിങ്ങനെ മുകളിലേക്ക് ഉയർന്ന് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഇതിന്റെ റീഡിങ് കൂടും. പനി കാണിക്കണമെങ്കിൽ ടെമ്പറേച്ചർ കൂടണമല്ലോ. നമ്മൾ പനിയുള്ള ഒരാളിന്റെ ശരീരത്തിലേക്ക് അതിനെ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ റീഡിങ് കൂടുതൽ കാണിക്കും, താപനില കൂടുതൽ കാണിക്കും. ആ മെർക്കുറി അവിടെ നിന്ന് ഉയർന്നാണ് ആ കൂടിയ താപനിലയിലേക്ക് എത്തി നിൽക്കുന്നത്. ഓക്കെ, ശരി. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ചൂട് കിട്ടുന്ന സമയത്ത് നമ്മൾ ചൂടായ വസ്തുവിന്റെ, ഒരാൾക്ക് പനിയാണെങ്കിൽ ആ പനിയുള്ള ആളിന്റെ ശരീരത്തിലേക്ക് തെർമോമീറ്റർ വെക്കുന്ന സമയത്ത് അവിടെ ഈ ചൂട് കിട്ടുന്നു. ആർക്ക് ചൂട് കിട്ടുന്നു? ആ ദ്രാവകം, ആ മെർക്കുറിക്ക് ചൂട് കിട്ടുന്നു. ആ മെർക്കുറിക്ക് ചൂട് കിട്ടുകയും ആ മെർക്കുറി വികസിക്കുകയും ചെയ്യുന്നു. ചൂട് കിട്ടുകയും ആ മെർക്കുറി എന്ത് ചെയ്യുകയും ചെയ്യുന്നു? വികസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മെർക്കുറി വികസിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് അത് മുകളിലേക്ക് ഉയരാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ചൂട് കിട്ടുന്ന സമയത്ത്, ചൂടാകുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു എന്നുള്ള തത്വമാണ് നമ്മൾ എവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? തെർമോമീറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ചൂട് കിട്ടുമ്പോൾ ദ്രാവകങ്ങൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. അതാണ് നമ്മൾ തെർമോമീറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇത് നോക്കിയത്. 4 ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നോക്കിയത്. ഇതിന് മുന്നേയുള്ള സെഷൻസിൽ നമ്മൾ പല PYQസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.